കിസ്മത്ത് നിന്നൊന്നുണ്ട് ഫൈസി, അതിനെ ആർക്കും തടുക്കാൻ കഴിയൂല. കുരുമുളക് ചതച്ചത്, ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് വേപ്പിലിടാം, ക്യാരറ്റ്, ഉപ്പ് പാകത്തിന്. സോഫ്റ്റ് ആകുമ്പോൾ ഒരു സാധനം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതാക്കി നമ്മ തക്കാളി ലാസ്റ്റ് ടൈമിൽ ഇടാൻ പാടുള്ളൂ. ഇങ്ങനെ കഷ്ണം കഷ്ണം പോലെ തന്നെ ആ ആവിയിൽ 1 മിനിറ്റ് സോഫ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ക്യാരറ്റ് ഒലത്തുമ്പോ തക്കാളി അങ്ങനെ അധികം ആരും കൂട്ടാറില്ല. ഇങ്ങനൊന്നും നിങ്ങൾ ചെയ്തു നോക്കിക്കേ, ടേസ്റ്റ് വേറെ ആയിരിക്കും. വെറൈറ്റി ആയിട്ട് നമ്മ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ചു നോക്കണം, നല്ലതാണല്ലോ. അപ്പൊ അതിന്റെ ടേസ്റ്റും വേറെ ആയിരിക്കും. എന്നാ ഇതും ഒരു മീൻ പൊരിച്ചതും മതി നമുക്ക്. മീൻ വറുത്തതും ഉണ്ടെങ്കിൽ ചോറ്, ഇത്തിരി അച്ചാർ സൈഡായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചോറ് കഴിക്കാം. ക്യാരറ്റ് ഒലത്തിയത് റെഡി. ഇത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമാണോ? ക്യാരറ്റൊക്കെ ഇഷ്ടമാണോ? എൻ്റെ മക്കൾക്ക് 2 പേർക്കും ഇഷ്ടമല്ല, ക്യാരറ്റ് ഇഷ്ടമല്ല, ബീട്രൂട്ട് തിന്നവർ. അപ്പം റെഡി ആയിട്ടുണ്ട്. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചോറിൻ്റെ കറികളെല്ലാം പപ്പടം, മീൻ പൊരിച്ചത്, ക്യാരറ്റ് ഒലത്തിയത്, മീൻ മുളിയാറ്. ഇത് പല്ലിക്കോര എന്ന് പറയും കൊച്ചിയിൽ. ദുബായിൽ ഞാൻ വന്നിട്ട് പല്ലിക്കോര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അത്ര പിടുത്തമില്ല. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ മീൻ എന്താണ് പറയണതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. വാ, നിങ്ങൾ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ.